പാലക്കാട് പുൽപ്പള്ളിയിലെ ദാരുണമായ സംഭവത്തിൻ്റെ ഞെട്ടലും വേദനയിലുമാണ് നമ്മളെല്ലാവരും. ഒരു കാറ് അഗ്നിഗോളമായപ്പോൾ അതിൽ 2 കുഞ്ഞുങ്ങൾ വെന്ത് മരിച്ചു. 2 പേർ ഇപ്പോൾ ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ അപകടത്തിന് കാരണം? നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് വിലയിരുത്തിയിട്ടുള്ളത് ടാങ്കിൽ നിന്ന് ഉള്ള ട്യൂബിൽ ലീക്കുണ്ടായി. ആ ലീക്കാണ് ഈ കാറ് പൊട്ടിത്തെറിക്കാൻ ഇടയാക്കിയതെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അപ്പൂപ്പി നമ്മളൊപ്പം ചേരുകയാണ്. സാറ്, പുൽപ്പള്ളി അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രാഥമിക വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അത് സാറ് അറിഞ്ഞിരിക്കുമല്ലോ. തീപിടുത്തം ഉണ്ടാവാനുള്ള 2 റീസൺസ് ആണ്. ഒന്നുമില്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്, അല്ലെങ്കിൽ അതിന് ഫ്യൂവൽ സ്പില്ല് ചെയ്തിട്ട് അതിന് ഇഗ്നൈറ്റ് ആവുന്ന സമയത്ത് അത് മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും പരന്നിട്ട് തീപിടിക്കുന്ന ഒരു 2 രീതിയിലാണ് വാഹനത്തിൽ തീപിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് വെച്ച് തീപിടിക്കുന്നത് വാഹനവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇപ്പോൾ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് എഞ്ചിനകത്തേക്ക് ഫ്യൂവൽ വരുന്ന ഒരു ലൈനുണ്ട്. എഞ്ചിനകത്തേക്ക് ഫ്യൂവൽ വരുന്ന ഒരു ലൈൻ ഇതാണ്. എഞ്ചിൻ നിന്നും കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്യൂവൽ തിരിച്ച് നേരെ ടാങ്കിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള 2 ലൈൻസാണ്. ഇതകത്തേക്ക് വരുന്നത്, ഇത് വെളിയിലോട്ട് പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ലൈൻസിൽ വല്ല ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നേരെ സ്പില്ലാവുന്നത് എഞ്ചിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ മുകളിലേക്കോ ആണ്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ വാഹനം 60 ദിവസത്തോളം ഉപയോഗിക്കാതെ ഇരുന്ന വണ്ടിയാണ്. അപ്പോൾ അവിടെ വല്ല എലിയോ മറ്റോ കടിച്ചതിന് ശേഷം ഈ കാണുന്ന ഏതെങ്കിലും ഒരു പൈപ്പ് തകരാറിലായിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിൽ നിന്നും ഒരു ഫ്യൂവൽ പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വീഴുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. ഇതിനാണ് സ്റ്റാർട്ടർ മോട്ടോർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമായി കറണ്ട് വരുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് ഹെവി കറണ്ടാണ് വരുന്നത്. ഏകദേശം 200-300 ആംപിയറോളം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവർ ആ വണ്ടി എടുത്ത് വെളിയിലോട്ട് ഇട്ട സമയത്ത് ശകലം ഫ്യൂവൽ ഇതിൻ്റെ മുകളിലൊക്കെ സ്പില്ലായി കിടന്നിരിക്കണം. എന്നതിന് ശേഷം അവർ ഒരു അരമണിക്കൂറിന് ശേഷം ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വീണ ഫ്യൂവൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇതിൻ്റെ ബ്രഷിലും മറ്റുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. വീണ്ടും അവർ ഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചാവി തിരിച്ച സമയത്ത് വീണ്ടും ഫ്യൂവൽ വരികയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലെയിം വെളിയിലോട്ട് വന്ന് ഇവിടെ സ്പ്രെഡായി കിടക്കുന്ന എല്ലാ ഫ്യൂവലും പിടിക്കുകയും തുടർന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫ്യൂവൽ സ്പ്രെഡായത് ഈ ഭാഗം മുഴുവൻ പരന്ന് ഇവിടെ ഫ്ലെയിംസ് ജനറേറ്റ് ചെയ്യാനും സാധ്യതയുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫ്ലെയിംസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഹാർനസ്, വയറിംഗ് ഹാർനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഞ്ചിനകത്തേക്ക് പോകുന്ന വയറിംഗ് ഹാർനസ് ഇതാണ്. ഈ ഒരു ഹാർനസ് കത്തിപ്പോയാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ ഈ റിലേ ഏതെങ്കിലും ഒരു വയർ കട്ടായി കഴിഞ്ഞാൽ തന്നെയും ഈ വാഹനത്തിൻ്റെ ഡോറുകൾ പിന്നെ തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഡോറുകൾ തുറക്കാൻ സാധിക്കാതെ വന്നാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്മുടെ ഫ്ലോർ കാർപ്പറ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ റെക്സിൻ ഉണ്ടോ ആ റെക്സിൻ മുഴുവൻ കത്താൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം. അപ്പോൾ അത് സംഭവത്തിൽ പറഞ്ഞത് ഒരു പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഫ്യൂവൽ ടാങ്കിലേക്ക് തീ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, ഇതിങ്ങനെ കത്തി പടർന്നതിന് ശേഷം പിറകിലോട്ട് പോകുമ്പോൾ ഫ്യൂവൽ ടാങ്കിനകത്ത് ഏകദേശം ഒരു 10 ലിറ്റർ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ചൂടായി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുക. അത് ഫ്യൂവൽ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നതാണ്. അല്ലാണ്ട് അത് ഒരു പൊട്ടിത്തെറി മൂലമുണ്ടായ ഒരു അപകടമല്ല. അത് ഫ്ലെയിംസ് അവിടെ എത്തിയിട്ട് ആ ഫ്യൂവൽ ടാങ്ക് ചൂടായതിനു ശേഷം പൊട്ടിയതാണ് എന്നല്ലാതെ ഫ്യൂവൽ ടാങ്ക് പിന്നെ പൊട്ടിയതാണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു വാഹനം, കുറച്ച് നാളായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന വാഹനം എടുക്കുന്ന സമയത്ത് അതൊരു മുൻകരുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും വേണം. ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് എടുക്കുന്ന സമയത്ത് നമ്മൾ ടയറൊക്കെ നോക്കുന്നത് പോലെ തന്നെ ബോണറ്റ് തുറന്നിട്ട് നമുക്ക് എന്തെങ്കിലും വല്ല ലീക്കേജുകളുണ്ടോ, വയർ വല്ലത് മുറിഞ്ഞ് കിടപ്പുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. മാത്രവുമല്ല, എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ബോണറ്റ് തുറന്ന് വെച്ച് അതിനുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ, വല്ല ലീക്കേജുകൾ കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ മാറ്റിവെക്കരുത്, കൃത്യമായി നടത്തണം. എന്തായാലും ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇത് സംബന്ധിച്ച് ആൾക്കാർക്ക് കൂടുതൽ ബോധവൽക്കരണം ഉണ്ടാകട്ടെ. അങ്ങനെ അപകടരഹിതമാവട്ടെ നമ്മുടെ റോഡുകളും വാഹനങ്ങളും ഒക്കെ. എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.